എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് മണപ്പുറത്ത് നമുക്ക് 6 വില്ലാസ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കിടന്ന ഈ ഒരു വീടുകളാണ്. നമുക്കിവിടെ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ 3.25 സെൻറ്റിൽ 700 സ്ക്വയർ ഫീറ്റ് 750 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. നമുക്കിവിടെ ഒരു വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമുക്കിവിടെ വീടിൻ്റെ ബെഡ്റൂമുകൾ വന്നിട്ട് ഈ 6 വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമിൻ്റെ വീടുകളാണ് വരുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മളിവിടെ റോഡ് വന്നിട്ട് നമുക്ക് 3 മീറ്ററാണ് നമുക്ക് റോഡ് വരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഈ വീടിൻ്റെ വർക്ക് ഫുള്ളും തീർന്നിട്ടില്ല. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 2 ആഴ്ചയ്ക്ക് തന്നെ നമുക്ക് ഈ വർക്ക് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. നമ്മുടെ അകസൈഡ് ഫുള്ള് നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഹൗസ് സൈഡ് പെയിൻറ്റിങ് ഇന്റർലോക്കിൻ്റെ വർക്ക് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ കരഭൂമിയിൽ നമുക്കിവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ കരഭൂമിയിലാണ് ഫ്ലോട്ട് വരുന്നത്. നമുക്ക് നിരന്ന ഫ്ലോട്ടാണ് വരുന്നത്. നമുക്കിവിടെ കയറ്റോ ഇറക്കോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മുടെ റോഡിൽ നമ്മൾ ഇന്റർലോക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വീട്ടിൻ്റെ കാർ പോർച്ച് വന്നിട്ട് നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്കിവിടെ തന്നെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ നമുക്ക് ഹൗസ് സൈഡ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിലാണ് കിണർ വരുന്നത്. നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ടെസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കൊന്നും നമുക്ക് ഫിനിഷ് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡോർ വന്നിട്ട് നമുക്ക് ഡബിൾ ഡോറാണ് വരുന്നത്. ഇത് നമ്മുടെ പ്ലാവിലാണ് ഡോർ വരുന്നത്. ഇപ്പോൾ നമുക്ക് പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷൊക്കെ നമുക്ക് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൻ്റെ വർക്ക് നമുക്ക് 2 ആഴ്ചയൊക്കെ തന്നെ തീരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീട് പോകാൻ ആർക്കും താല്പര്യം നമുക്ക് വന്നിട്ട് ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഡോറ്. സിറ്റ് ഔട്ടിന് അടുത്ത് വരുന്നത് നമുക്ക് ഹാളാണ്. ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട് വലിയൊരു ഹാളാണ് വരുന്നത്. നമ്മുടെ ഹാളിൽ നമുക്ക് വലിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗ് നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ ഹാളിൽ നമുക്ക് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. ഹൗസ് സൈഡിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് 2 ബെഡ്റൂമിൻ്റെ വീടാണെങ്കിൽ നമുക്ക് അകത്ത് നമുക്ക് നല്ല സ്പേസ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ 4x2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട് 16 കെട്ടാണ് നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ 4 സീലിംഗ് ഒക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഹാളിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ പർഹോളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അകത്ത് നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് നമുക്ക് ചെയ്യാനുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസ് കൗണ്ടർ വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട് നമുക്ക് 9x8 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. ഓപ്പൺ കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ വർക്കെല്ലാം നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്ലോർ ടൈൽ വന്നിട്ട് നമുക്ക് നല്ല വുഡിൻ്റെ ഡിസൈൻ വന്ന ഫ്ലോർ ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റാക്കിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കബോർഡുകൾ തിരിച്ചിട്ട് നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ബോർഡൊക്കെ ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ ഇപ്പോൾ നമ്മൾ ഓട്ടിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡ് നമുക്ക് നനാല് വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കണമെങ്കിലും നമുക്ക് അതിനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബെഡ്റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ് വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ 2 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക് വന്നിട്ട്. നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇത് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് 5 വർഷം ഗ്യാരണ്ടി വരുന്ന ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡും നമ്മുടെ സ്വിച്ചൊക്കെ വന്നിട്ട് നമ്മുടെ ഹൈഫൈയുടെ സ്വിച്ചാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇതും നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പാളിയിലെ കബോർഡ് വർക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 12x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് 5 വർഷം ഗ്യാരണ്ടി വരുന്ന ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ വീട്ടിൽ മാൻ ഹോൾ വന്നിട്ട് 12 അടിയുടെ 2 മാൻ ഹോളാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ വാസ്തു പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് മണപ്പുറത്താണ് നമുക്ക് ഈ വീട് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമുക്ക് 3.25 സെൻറ്റിൽ 750 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 2 ബെഡ്റൂം വരുന്നുണ്ട്. 2 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ വലിയൊരു കാറുള്ള കാർ പോർച്ച് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണർ വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വില്ലയ്ക്ക് തുറന്ന 6 വീടും നമുക്ക് 30 ലക്ഷം രൂപ ചോദിക്കുന്നതിന് ഇത് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് നിൽക്കുന്ന വടക്ക് ദർശനത്തിനാണ് നമ്മുടെ വാസ്തു ബേസിലാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നേ ഉള്ളൂ.